ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രായപൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിചിത്രമായ ആചാരങ്ങളുണ്ട്. പെൺകുട്ടികൾ പ്രായപൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ആചാരങ്ങൾ പ്രധാനമായും പ്രചാരത്തിലുള്ളത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. ഈ ആചാരങ്ങളിൽ മിക്കതും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുള്ളവയാണ്. നമ്മൾ പോകുന്നത് ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിലെ സാറ്റരെ മാവേ ഗോത്രത്തിൽ ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അത്തരമൊരു ബുദ്ധിമുട്ടുള്ള ആചാരത്തിൽ കടന്നു പോകേണ്ടതുണ്ട്. അവിടേക്കാണ് ആൺകുട്ടിയിൽ നിന്ന് പുരുഷനിലേക്കുള്ള പരിവർത്തനത്തിൽ അവരുടെ സഹിഷ്ണുത തെളിയിക്കാൻ അവർ ഒരു ഉറുമ്പിൻ്റെ കൂട്ടിലെ കൈകൾ വയ്ക്കും. ഉറുമ്പിൻ കൂട്ടത്തിലുള്ള കൈ കടികൊള്ളുമ്പോൾ വേദന സഹിച്ച് കൈ വലിക്കാതെ വെച്ചിരിക്കണം. കടിക്കുമ്പോൾ കടുത്ത വേദനയുണ്ടാക്കുന്ന ഉറുമ്പുകളെ കയ്യുറകൾക്കുള്ളിൽ വെക്കുകയും ആ കയ്യുറകൾ ധരിക്കുകയും വേണം. പ്രായപൂർത്തിയാകുമ്പോൾ ധൈര്യം, സഹിഷ്ണുത, അച്ചടക്കം, ക്ഷമ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെയുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യുന്നത്. വളരെ കാലം ഉറുമ്പുകളുടെ കടി സഹിക്കേണ്ടി വരും. ഈ ഗോത്ര സമൂഹം എന്ന് പറയുന്നത് വലിയ തയ്യാറെടുപ്പോടെയാണ് ഈ ആചാരത്തെ ആഘോഷിക്കുന്നത്. 12 വയസ്സ് തികഞ്ഞ ആൺകുട്ടികളാണ് ഈ ആചാരം നടത്തുന്നത്. ഇതൊക്കെ ആയാലും തയ്യാറെടുപ്പുകൾക്ക് മുമ്പ് കുട്ടികളിൽ നിന്ന് അനുമതി വാങ്ങും. ആചാരം നടത്തുന്നതിന് മുമ്പ് അവർ ചില ഭക്ഷണ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് കാട്ടിലെ ഒരു പ്രത്യേക മരത്തിൽ നിന്ന് ചായമെടുത്ത് കൈകളിൽ പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഒരേ സമയം തന്നെ ഒന്നിലധികം ആൺകുട്ടികൾക്ക് ഈ ആചാരം നടത്തും. ഉറുമ്പുകൾ നിറച്ച കയ്യുറകൾ തയ്യാറാക്കുന്നതിലൂടെയാണ് ആചാരങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനായിട്ട് ഗോട്ട സമുദായത്തിലെ മുതിർന്ന പുരുഷന്മാർ കാട്ടിലേക്ക് പോയി ബുള്ളറ്റ് ഉറുമ്പുകളെ ശേഖരിക്കും. ഈ ബുള്ളറ്റ് ഉറുമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2.5 സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിൽ വളരാൻ കഴിയുന്നതാണ് ഈ ബുള്ളറ്റ് ഉറുമ്പുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകളിൽ ഒന്നാണിത്. അവയെ കൂട് കണ്ടെത്തിയാൽ അവ കടിക്കാത്ത വിധത്തിൽ അവയെ പിടികൂടി ഈ മുള കൊണ്ടൊരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഉറുമ്പുകൾ നിറയ്ക്കും. പിന്നീട് അവയെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. ഈ ബ്രസീലാവുമ്പോൾ ഈ കശുമാവിൻ്റെ ഇലകളിൽ ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പോൾ ഈ കശുമാവിൻ്റെ ഇലകൾ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ വെക്കും. ഇത് ഉറുമ്പുകളെ മയക്കത്തിലാക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നീട് കൈകളിൽ ധരിക്കുന്നതിനായിട്ട് ഈ ചെടിയിൽ നിന്നുള്ള നാരുകൾ ഉപയോഗിച്ച് കയ്യുറകൾ തുന്നിച്ചേർക്കും. അതിനുശേഷം ഉറങ്ങിപ്പോയ ഉറുമ്പുകളെ കയ്യുറകളിൽ നിറയ്ക്കും. അരമണിക്കൂറിനുള്ളിൽ ഉറക്കത്തിൽ നിന്നുണരുന്ന ഉറുമ്പുകൾ കൂടുതൽ അക്രമകാരികളാവുമ്പോഴേക്കും, അതായത് കടിക്കാൻ തയ്യാറാകും. അപ്പോൾ അതിനു മുമ്പ് ആചാരം ആരംഭിക്കും. ആൺകുട്ടികൾ 2 കൈകളിലും ഉറുമ്പുകൾ നിറച്ച ഈ കയ്യുറകൾ ധരിക്കണം. കയ്യുറകൾ ധരിച്ചുകൊണ്ട് ഏകദേശം 10 മിനിറ്റ് നേരം ഉറുമ്പുകടിയുടെ വേദന സഹിക്കേണ്ടി വരും. ഈ സമയത്ത് വേദന വളരെ കഠിനമായിരിക്കും. ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വെടിയുണ്ടൊക്കെ കൊള്ളൂലേ, അതുപോലെ പെട്ടെന്ന് തുളയ്ക്കുന്നൊരു വേദന അനുഭവപ്പെടും. അതുകൊണ്ടൊക്കെയാണ് ഈ ഉറുമ്പുകളെ ബുള്ളറ്റ് ഉറുമ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ പാട്ടും നൃത്തമൊക്കെ നിറഞ്ഞ ഒരു ഉത്സവാന്തരീക്ഷത്തോടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഉറുമ്പ് കടിച്ചതിൻ്റെ വേദനയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ആണ് ഈ പാട്ടും നൃത്തമൊക്കെ അവർ സെറ്റ് ചെയ്യുന്നത്. വേദന മറക്കാൻ വേണ്ടി ദിവസം മുഴുവൻ പാട്ടും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ഉറുമ്പ് കടിച്ചതിൻ്റെ വേദന 24 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഉറുമ്പ് കടിച്ചവർക്ക് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു വീക്ക് ഉണ്ടാവുമല്ലോ, അത് നിരവധി ദിവസങ്ങളിൽ നീണ്ടു നിൽക്കും. ഒരു പോരാളിയാണെന്ന് സ്വയം തെളിയിക്കാനും സഹിഷ്ണുത വർദ്ധിപ്പിക്കാനും പുരുഷന്മാർ അവരുടെ ജീവിതകാലത്ത് ഏകദേശം 20 തവണ ഉറുമ്പ് കയ്യുറകളിൽ കൈവയ്ക്കണം. ഇവയെല്ലാം മറികടക്കുന്ന വ്യക്തിക്ക് ഗോത്ര സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കും. ഗോത്ര സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു ആചാരമായാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായതിനാൽ ഒത്തുചേരലും അവരെല്ലാവരും കൂടി ഒത്തുചേരാനുള്ളൊരു അവസരം കൂടിയാണിത്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു വിശേഷം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേരുന്ന പോലെ തന്നെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ ആചാരത്തെ പ്രാകൃതമായി കണക്കാക്കുമ്പോൾ സതേരെ മാവേ ഗോത്ര ജനതയ്ക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നുണ്ട്. ഉറുമ്പ് കടിക്കുന്നത് വാക്സിനേഷൻ്റെ നല്ല അടയാളമാണെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ട്. പുരുഷന്മാരെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും മികച്ച പോരാളികളാവാനും വേട്ടക്കാരാകാനും
ഇത് സഹായിക്കുമെന്നാണ് അവരുടെയൊക്കെ ഒരു വിശ്വാസം. ഗോത്ര സമൂഹത്തിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് വേറെ ആചാരങ്ങളാണ്. പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടിയെ ഏകദേശം 2 മാസത്തേക്ക് മറ്റൊരു കുടിലിൽ ഒറ്റയ്ക്ക് നിർത്തും. അതായത് സൂര്യപ്രകാശമൊന്നും ഏൽക്കാതെ മുഴുവൻ സമയവും അവളവിടെ താമസിക്കണം. പെൺകുട്ടികളുടെ അമ്മമാരോ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളോ ഭക്ഷണം കൊണ്ടുവരും. പെൺകുട്ടികൾ ദുഷ്ടശക്തികളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കാനുമാണ് ഈ ആചാരം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.